നമുക്ക് ഒരു ഗസ്റ്റും കൂടി ഇവിടെ വരാനുണ്ട്. തീർച്ചയായിട്ടും ഈ വേദിയിൽ വരേണ്ട ഒരു ഗസ്റ്റ് തന്നെയാണ്. നമുക്ക് ആ ഗസ്റ്റിനെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അറിയാതെ വരണമെന്ന് വിചാരിച്ചതാണ്. ചേച്ചിയാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ അപ്പൊ ഒന്ന് എണ്ണ ഒന്നും തെറ്റിയിട്ടില്ലല്ലോ. സാറി ചോദിച്ചത് ഞാനിങ്ങനെയല്ലേ ചോദിച്ചു. വിജയ് ഫുട്ബോളിന് ഗോൾ അടിക്കുന്ന കാര്യമാണല്ലോ. അഭിനയം ഉണ്ടോ? പോലീസാ, ഞാൻ മറന്നേ പോയി. അപ്പോ വിജയനെ എങ്ങനെ ഓർക്കുന്നു ചേച്ചിയുടെ കൂടെ? ഇപ്പൊ ചേച്ചിയെ പോലെ ഇത്രയും വലിയ സീനിയറായിട്ട് ആർട്ടിസ്റ്റോട് അഭിനയിക്കുന്നു. ചേച്ചി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ചിരിച്ചും കളിച്ചിരിക്കുകയാണ് കസേരയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഷൂട്ടിംഗ് കാണാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കും. ഞാൻ അവിടെ ക്യാമറ അടുത്ത് പോയിരുന്നു. ചേച്ചി അവിടെ ചെന്നൊരു ജാതി കരച്ചില്. ഞാൻ എന്നിട്ട് ചേച്ചി ഇപ്പോൾ ഇത്ര നേരം കൂടുന്ന് ചിരിച്ചും കളിച്ച് പോയിട്ട് ചേച്ചി എങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ കരഞ്ഞേന്ന് ചോദിച്ചു. അത് നമ്മുടെ പ്രൊഫഷണലടാ ചെയ്യണ്ടേന്ന്. ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മളൊക്കെ സീനുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം. പക്ഷെ അത് കുറച്ച് മാറി. ഞാൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അഭിനയിക്കുമ്പോഴൊക്കെ. ഗ്ലിസറിന് ഇടാതെ അഭിനയിക്കണം. നമ്മൾ ആ പാട്ടൊക്കെ പാട്ട് എടുക്കുന്ന സമയം തമ്പുരും കൊണ്ട് വന്നത് എന്റെ തലക്കിട്ടൊരു ഇടി. എന്നിട്ട് ആ തമ്പുരു അറിയാതെ പറ്റിയതാണ്. പക്ഷെ 2 ദിവസത്തേക്ക് പുള്ളി അത് ടെൻഷനായിട്ട് കൊണ്ട് നടന്നത്. വിജയന് വർക്കില്ലെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും സെറ്റിലുണ്ടാവും. അവിടെ രാവിലെ ഞങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ വിജയൻ ഇറങ്ങിയിട്ടുണ്ടാവും അവിടെ. പലരും ഇപ്പോൾ അത്ലറ്റ്സിന് വേറെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അശ്വിനി നാച്ചപ്പൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവര് എന്താ പറയുക, അവരഭിനയിച്ച അത്ലറ്റായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിജയൻ ആദ്യമായിട്ട് അഭിനയിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഒരു ഫുട്ബോളറുടെ ക്യാരക്ടറാണ് അഭിനയിക്കണമെങ്കിൽ ഓക്കെ. ഇതല്ലാതെ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ അഭിനയിക്കാനായിട്ട് വിളിച്ചപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ആ പടം. ഞങ്ങൾക്കൊക്കെ മത്സരമായിരുന്നു അന്ന്. ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് അങ്ങനെ ആർട്ടിസ്റ്റ് തമ്മിൽ മത്സരിച്ച് ഇറങ്ങിയിട്ടുള്ളത് റൂമിൽ നിന്ന്. എത്ര നേരത്തെ ഞാൻ ഇറങ്ങിയാലും ഇവരാ കാറിന്റെ മുമ്പിൽ കാണും. ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് ലൊക്കേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ 5-5:15 ആകുമ്പോഴത്തേക്കും ഷൂട്ടിങ് തീരും. കാരണം ലൈറ്റ് പോയാൽ പിന്നെ വർക്കില്ല. നല്ലൊരു അനുഭവമായിരുന്നു ആ സിനിമ. ഞാനത് ഗുണം എന്ന് പറയും സാർ. ആ പടം കൽക്കട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു. കൽക്കട്ടയിൽ ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന ടീമിലെല്ലാവരും വന്നു. പിന്നെ അപ്പോൾ അവിടെ കളിക്കുന്ന നൈജീരിയൻസ് 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് കാണിച്ചു കൊടുത്തു ഈ പടം. ഞാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിള്ളേർ പറഞ്ഞു, ഓ ചേച്ചി ആൻറ്റിയുടെ എങ്ങനെയാണ് അങ്ങനെ അഭിനയിക്കണേ. അവർക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട്. ബംഗാളീസാണ് ആദ്യം ഉള്ളത് ഞങ്ങളുടെ. അതൊരു നല്ല അനുഭവമാണ്. കാരണം എന്താ ചേച്ചി, ഞങ്ങളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആരാധകർ വിജയനുള്ളത് ബംഗാളിലാണ്, കൽക്കട്ടയിലേക്കാണ്. കൽക്കട്ടയിൽ വിജയൻ റോഡിൽ കൂടെ ഇറങ്ങി നടന്നതിന് ആൾ കൂടുകയും പൊതിഞ്ഞ് ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് വിജയൻ. ഇവിടെ നമ്മള് തൃശ്ശൂർ വിജയൻ എന്നുള്ള പണിയില്ല. അപ്പോൾ ചേച്ചി വിജയൻ എന്തായാലും അത് പാട്ട് പാടാൻ ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു.